കേരള വിഷൻ്റെ വിമൻ എംപവർമെൻറ്റ് ഇനീഷ്യേറ്റീവാണ് സ്ത്രീപക്ഷം. സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങളും കാഴ്ചപ്പാടുകളും തുറന്നു പറയാനുള്ള വേദി ഒരുക്കുകയാണ് സ്ത്രീപക്ഷത്തിലൂടെ. നമുക്കറിയാം, ഇന്ന് മലയാളിയുടെ ഭക്ഷണ രീതി തന്നെ മാറിയിരിക്കുകയാണ്. രാത്രി ഭക്ഷണത്തിനാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും വളരെ നേരത്തെ തന്നെയാണ് ഭക്ഷണം കഴിച്ച് ആ ഒരു കൾച്ചറിൽ നിന്ന് മാറി രാത്രിയാകുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ എവിടെയും കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, അതും രാത്രി ഫുള്ള് തുറന്നു കിടക്കുന്ന റെസ്റ്റോറൻറ്റ്. ഈ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ രീതിയും ആശുപത്രി ചിലവും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവർ ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ, വളരെ സീനിയറായ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആണ്. ഡോക്ടർ ഇന്ദു വിജയമ്മ, കൊച്ചിയിൽ ആയുർവേദ വെൽനസ് ക്ലിനിക്ക് നടത്തുന്ന ആളാണ്. സുചിത്ര മേനോൻ യോഗ ട്രെയിനറാണ്. അഭിഭാഷകയാണ് ജയ ദീക്ഷിത. വീട്ടമ്മയാണ്, പ്രവാസിയാണ് രഞ്ജിനി മാർഷേനി. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മലയാളിയുടെ ഭക്ഷണ രീതി മാറിയിരിക്കുകയാണ്. രാത്രിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന നമുക്കറിയാം, വീടുകളിൽ നിന്ന് ഫാമിലി ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് ഒരുപാട് നമ്മൾ യാത്രകളിൽ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ വഴിയോര ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. അതുമാത്രമല്ല, സ്വിഗ്ഗി സൊമാറ്റോ മാതിരിയുള്ള കാര്യങ്ങളും എനിക്ക് തോന്നുന്നു നൈറ്റിലടക്കം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ് കാരണം കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ ആയുർവേദത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരുപാട് അത്താഴം കഴിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഡോക്ടർക്ക് പറയാൻ? താങ്ക് യു സ്മിത. ഇന്നത്തെ മാറി വന്ന ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഒരു ആശുപത്രിയിൽ തന്നെ പോകണമെന്നില്ല അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാനായിട്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കളുടെ ഇടയിൽ തന്നെ നമ്മളൊന്ന് ഒരു സർവേ പോലൊക്കെ നടത്തിയാൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ രാത്രിയിലത്തെ അമിതമായിട്ടുള്ള ആഹാരം. രാത്രിയിലത്തെ ആഹാരം ഒന്നുമല്ല, അമിതമായിട്ട് അനാരോഗ്യകരമായ ആഹാരം അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് അതിന് ഒരു റീസണായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ആയുർവേദം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നെ അതിനൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് എന്തായാലും ഉണ്ടായാലേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇൻ ദ ലോങ് റൺ എന്നല്ല, ഇൻ ദ ഷോർട്ട് റൺ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു അടുത്ത ജനറേഷനെ നമുക്ക് ഒരു ഇൽനെസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലോട്ട് നമുക്ക് പോകേണ്ടി വരും. ഇപ്പം നമുക്ക് കൊച്ചിയിലാണെങ്കിലും കേരളത്തിലുടനീളം പൊങ്ങി വരുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മളൊന്ന് കയറി ഇറങ്ങി നോക്കിയാൽ നമുക്കറിയാം, അവിടെ എല്ലാം ഈ ഒരു ഏജ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് നോക്കിയാൽ ആരും വളരെ ആ ഒരു സീനിയർ മെമ്പേഴ്സ് അല്ല ഇന്ന് കൂടുതലും പേഷ്യൻസായിട്ട് വരുന്നത്. ഒരു യങ് ജനറേഷനാണ് ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായിട്ട് എൻഡോക്രൈനോളജിസ്റ്റിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെയും ക്യാബിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ വീട്ടമ്മമാരായിട്ട് നമ്മൾ ആ ലെവലിൽ തന്നെ നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ആയുർവേദം അനുശാസിച്ചിരിക്കുന്ന കുറേ ഡയറ്ററി ഹാബിറ്റ്സ്, അതിനെല്ലാം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് വർക്കിംഗ് അവേഴ്സ് മാറി. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഈറ്റിംഗ് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ മാറി വന്നു. അപ്പോൾ എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ കഴിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. അത് നന്നായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മുടെ മെനു ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് യോഗ. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ യോഗയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ രാത്രിയിൽ ഭക്ഷണം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജിമ്മിലാണെങ്കിലും യോഗയ്ക്കും പോയി കഴിഞ്ഞാൽ അത് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ യോഗ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല എന്നൊരു രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കുറേ ക്ലയൻസ് ഉണ്ട്. അവരെയൊക്കെ നിന്ന് എന്താണ്
മനസ്സിലാക്കിയ ഒരു കാര്യം. നമ്മളൊരു യോഗയുടെ എൻക്വയറി, ഇപ്പോൾ എനിക്ക് ഓൺലൈൻ യോഗയാണ്. സോ എനിക്ക് ലോകത്തെമ്പാടും സ്റ്റുഡൻസ് പല രാജ്യങ്ങളിൽ നിന്ന് തന്നെ മലയാളികൾ ഒത്തിരി പേര് വരുന്നുണ്ട്. സോ നമ്മളൊരു എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ഇനി ഹെൽത്ത് കണ്ടീഷൻ ഇതെല്ലാം ചോദിച്ചിട്ടായിരിക്കും ഒരു എൻക്വയറി ക്ലോസ് ചെയ്യുന്നത്. സോ അതിൽ ആദ്യം വരുന്ന ഒരു കാര്യം മിക്കവരുടെയും ഒബീസാണ്, ഓവർ വെയിറ്റ് ആണ്. നമുക്ക് ചിന്തിക്കുന്ന പോലെയല്ല, 100 എബോവ് 100 kg എബോയ്ക്ക് വരുന്ന ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അതുകൂടാതെ കുഞ്ഞു മക്കളിൽ വരെ ഈ ഒരു വെയിറ്റ് ഗെയിൻ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വണ്ണം കുറയ്ക്കണം, ഹെൽത്തി ആവണം. പഴയ പോലെയല്ല, എനിക്ക് സ്റ്റെയർ കേസ് കയറാൻ പറ്റുന്നില്ല, പീരിയഡ് സംബന്ധമായ രോഗങ്ങൾ അധികമാവുന്നു എന്നുള്ളതൊക്കെ. ബട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല. വീട്ടിൽ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്, ജിമ്മിൽ പോയിട്ടുണ്ട്, ജിമ്മിൽ പോയി ഇടയ്ക്ക് നിർത്തിയാൽ വീണ്ടും ഇത് ഗെയിൻ ചെയ്യുന്നു, അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വണ്ണം കുറയ്ക്കാനാണ്, ഭക്ഷണം റെഡിയാക്കാനാണ്. അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ യോഗയുടെ കൂടെ തന്നെ ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും ആളുകൾ വരുന്നത്. കാരണം ചുമ്മാ പറഞ്ഞു കൊടുക്കുമല്ല, ഇത് ചെയ്യാതെ എൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച്, യു ഹാവ് ടു ഫോളോ വാട്ട് ഐ ആം ടെല്ലിങ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്ലോബലി ഇത്രയും സ്റ്റുഡൻസ് വരുന്നത്. കാരണം ബാക്കിയുള്ള ട്രെയിനേഴ്സിന് പേടിയാണ്, ഇവരെ പറഞ്ഞ് ഫലിപ്പിച്ച് എടുക്കാൻ പറ്റൂല. പക്ഷേ എൻ്റെ അവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണോ? കാരണം അവർ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം ഇത് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇത്രയും മാറ്റമുണ്ട്. ഞങ്ങൾ ഇതുവരെയും 1 കിലോ പോലും കുറയ്ക്കാൻ പറ്റാതിരുന്നവർ 1 മന്തിൽ എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വരുന്നുണ്ട്. എസ്പെഷ്യലി മെൻ്റലി ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഭക്ഷണം രീതി കൊണ്ട് ഈ ഒരു ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്ന് മാത്രം അല്ല. നമ്മൾ ഇത്രയും മെൻ്റലി ഡൗൺ ആവാനുള്ള മെയിൻ റീസൺസ് യുവർ ഫുഡ് ഹാബിറ്റ്. നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ല. എന്തിനിപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റും എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ ആരോഗ്യമല്ല എൻ്റെ അമ്മയുടെ, അമ്മയെക്കാളും ആരോഗ്യമായിരുന്നു എൻ്റെ മുത്തശ്ശിയുടെ എന്നുള്ളത്. ഇന്ന് ചുറ്റും എവിടെയാണ് 80-90 വയസ്സുള്ളവരെ കാണാൻ പറ്റുന്നത്? ദാറ്റ്സ് എ ചേഞ്ച്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് അറിയായികയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറയുന്നില്ലേ, ഭക്ഷണം മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളത്. ഇതൊരു ഹാബിറ്റാണ്. ഇത് മാറ്റാൻ ടൈം പീരീഡ് എടുക്കും. അതിന് ഈ പറഞ്ഞ പോലുള്ള എന്തിനൊക്കെയോ പൈസ ചിലവാക്കുന്നു നമ്മൾ. ഇപ്പോൾ ഈ ചർച്ചയുടെ ആധാരം തന്നെ നമ്മുടെ കാശ് ഒരുപാട് ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നു എന്നുള്ളതാണല്ലോ. മരുന്ന് കൊണ്ട് രോഗം മാറുമെങ്കിൽ ആശുപത്രിയുടെ തിരക്ക് കുറയണ്ടേ? അതല്ലല്ലോ സംഭവിക്കുന്നത്. സോ എത്ര മരുന്ന് കഴിച്ചാലും നിങ്ങളുടെ ഹാബിറ്റ് മാറാതെ അതിന് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എടുക്കുക. മടി വരും, വീണ്ടും കൊളാവും, എഗെയിൻ റീസ്റ്റാർട്ട്. ചീത്ത ശീലം എങ്ങനെ ഈ ഫുഡ് ഹാബിറ്റ് നിങ്ങൾക്കൊരു ഓവർ ഈറ്റിംഗ് ഹാബിറ്റ് ആക്കിയോ, അതേപോലെ നല്ല ഭക്ഷണം, റൈറ്റ് ഫുഡ് ഹാബിറ്റ് എന്നാണ് പറയുക. നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് കഴിക്കണ്ട എന്നല്ല. ഒരു മാഗി കഴിക്കുമ്പോൾ അതിൽ നിറയെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. ഐ എം നോട്ട് ടെല്ലിങ് മാഗി ഈസ് ഗുഡ്, ഒരിക്കലും നല്ല ഇതല്ല. പക്ഷെ നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ട്, കഴിക്കുമോ, പക്ഷെ നിറയെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് നന്നായി കോൺ ചോളമൊക്കെ ഇട്ട് നല്ലൊരു ഫുഡ്. ഇങ്ങനെ സമീകൃത ആഹാരം കഴിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ചോറാണെങ്കിൽ ചോറ് ഫാനാണ് നമ്മൾ. 3 നേരം അരി ഭക്ഷണം. അരി നല്ലതാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ അമിതമാവുമ്പോൾ എല്ലാം വിഷമാണ്. ഇത് ആദ്യം ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക. നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ശരിയാണ്, പലരും പല ജോലിയിൽ ഉള്ളവരാണ്. ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നടക്കും. എസ്പെഷ്യലി ഭക്ഷണ രീതി മാറുമ്പോൾ നമ്മളുടെ ചിന്താഗതി മാറി തുടങ്ങും. നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആവും. എന്തുകൊണ്ടാണ് ബിരിയാണി കഴിക്കുമ്പോൾ ഉറക്കം വരുന്നത്? എന്നാൽ ഇഫ് യു ഹാവിങ് എ സാലഡ്, നല്ലൊരു സാലഡ് കഴിച്ചാൽ നമുക്ക് ഉന്മേഷമാണ് തോന്നുന്നു, ഉറക്കമല്ല വരുന്നത്. സോ ചോയ്സ് ഈസ് അവേഴ്സ്. പിന്നെ ഇതാണ്, ആർക്കും ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്നവരോട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, മാറണം എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി, ചുമ്മാ പൈസ തരണ്ട. എന്തായാലും നിങ്ങളിവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉറപ്പായിരിക്കും. മടി വരും. അവർ 4-5 ദിവസം ഞാൻ പറയും, ഫസ്റ്റ് ഒരു 5 days ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ബട്ട് അത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ഇപ്പോൾ 3 years ആയിട്ട് ഞാൻ 3 വർഷമായി ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, 3-ഉം 3.5-ഉം 2-ഉം 1 വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന ഫുഡ് ഫോളോ ചെയ്ത്, ഞാൻ പറയുന്ന യോഗ കൂടെ ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കുന്നവരുണ്ട്, അസുഖങ്ങൾ മാറ്റിയെടുക്കപ്പെട്ടിട്ടുണ്ട്. സോ എൻ്റെ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ ഭക്ഷണ രീതി മാറുമ്പോൾ, നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അസുഖങ്ങൾ തീർച്ചയായിട്ടും ഒരു 98% നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കപ്പെടാൻ പറ്റും എന്നുള്ള. തീർച്ചയായിട്ടും. കാരണം ഒരു മടിയാണ് എല്ലാവർക്കും ഒരു പ്രശ്നം. നമ്മൾ എന്ത് കാര്യവും ഒരു ഹാബിറ്റ് ആവുകയാണ്. ആ ഒരു ഹാബിറ്റിനെ മാറ്റിയെടുക്കുക. നമ്മളെല്ലാവരും മറന്നുപോയൊരു കാര്യം എന്താ വെച്ചാൽ, ഇതല്ലായിരുന്നു നമ്മുടെ ഹാബിറ്റ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാവരും വിചാരിക്കുമ്പോൾ നമ്മൾ പറയും ജനിച്ചോടാൻ നമ്മളിങ്ങനെയല്ല വന്നിരിക്കുന്നത്. പലപ്പോഴും ഭക്ഷണ രീതികളിൽ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്.
കഴിക്കുന്നതിൻ്റെ രീതികൾ, ഈവൻ ഡയറ്റുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വരുന്നൊരു കാലം. ആ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മിക്കവാറും നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറയണ ഡയറ്റും കൂടി എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ആൾക്കുള്ളത് ഇന്ന് ഓക്കെ, അപ്പോൾ അയാൾ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അവർക്കത് വർക്ക് ചെയ്തു, അപ്പം എന്നാൽ എനിക്കും അത് ചെയ്യാം എന്ന രീതിയിലാണ്. ഏത് ഫുഡ് കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ആളുകളെ കണ്ട് കറക്റ്റ് അളവിലുള്ള ഫുഡ്, കാരണം കറക്റ്റ് പ്രോട്ടീൻ വേണം, കറക്റ്റ് രീതിയിൽ വേണം, അതൊന്നും ഇല്ലാണ്ടാണ് എടുക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? കാരണം കൂടുതൽ ആളുകളിപ്പോൾ വരുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചിട്ടും ഫുഡ് എങ്ങനെയാണ് ഡയറ്റ് ചെയ്യേണ്ടതിന് എന്നതിനെക്കുറിച്ചിട്ടും ഒരു വ്യക്തമായ ധാരണ ഇപ്പോഴും ഇല്ല. തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കണം, ആദ്യം തന്നെ നമ്മളതൊന്ന് ചിന്തിക്കണം. എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് വിശക്കും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വയറിലിങ്ങനെ ഒരു ഒച്ചുണ്ടാക്കും, അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നും അല്ലേ? അതൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ എന്തെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കോവിഡ് വന്നതോടുകൂടി എല്ലാവരും യൂട്യൂബും ഇൻഫ്ലുവൻസേഴ്സും എല്ലാമായി. ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ വന്നിട്ട് എനിക്കിത് എഫക്റ്റീവായി, ഞാനിത് കഴിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് റിസർച്ച് തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഇന്ത്യൻസിന് നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് ഒരു എപ്പം മുതൽ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണം, പിന്നെ അതിൻ്റെ ഓരോ ഏജ് വൈസിൽ എത്ര പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. ബേസിക്കലി നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇതാണ് മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസും വിറ്റമിൻസും ഒക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു സമീകൃതമായിട്ടാണ് നമുക്ക് വേണ്ടത്. അത് എത്ര വേണമെന്നും എത്ര അളവിൽ വേണമെന്നും ഓരോ പ്രായത്തിനും, ഇപ്പോൾ ഗർഭാവസ്ഥയിലാണെങ്കിൽ അത് കൂടുതൽ വേണം, മുലയൂട്ടുന്ന അമ്മയ്ക്കാണെങ്കിൽ അത് കൂടുതൽ, അതിനനുസരിച്ചിട്ട് കാൽഷ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ വാർദ്ധക്യത്തിൽ അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ, പിന്നെ അവരെ ഫിസിക്കൽ ആക്ടിവിറ്റി വെച്ചിട്ട് മോഡറേറ്റ് ആക്ടിവിറ്റിയാണ്, സെഡൻഡറി ആണ്, ഹെവി വർക്കറാണ്, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഇവർക്കൊക്കെ ന്യൂട്രിയൻസ് അതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. അതേസമയം ഒരാൾക്ക് ഇത് ആയി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്യണത് ഒരിക്കലും ശരിയല്ല. പിന്നെ വേറെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും ഇതൊക്കെ വരുന്നത് മിക്കതും തന്നെ അവർ ചെയ്ത് അതും അതിനകത്ത് ഞാൻ ചിലതൊക്കെ ഹെൽത്തി എന്നും പറഞ്ഞാൽ അവർ കാണിക്കുന്നത് അൺഹെൽത്തി സാധനങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പം അതിനകത്ത് ചിലപ്പോൾ ഷുഗർ കൂടുതലുണ്ടാകും. നമുക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന മെയിൻലി നമുക്ക് എന്താ, ഷുഗർ, സ്വീറ്റ് ആൻഡ് ഫാറ്റ്, ഇത് മൂന്നുമാണ് നമ്മുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. അതിട്ടിട്ട് ഹെൽത്തി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ആവില്ല. പിന്നെ അതേപോലെ തന്നെ ചിലരുണ്ടാകും ഷുഗർ വേണ്ടാന്ന് പറയും, എന്നിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യും. അതും എഗെയിൻ നമുക്ക് കാർസിനോജനിക് ഡെവലപ്മെൻറ്റാണ് ഉണ്ടാവുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇത്ര ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടണം? മാഡം പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് കൂടുതൽ, ജീവിതശൈലി രോഗങ്ങൾ. അതായത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന രോഗങ്ങളല്ല. പക്ഷേ അത് നമുക്ക് കോവിഡ് മാത്രമേ അങ്ങനെ ഒരെണ്ണം വന്നുള്ളൂ. പക്ഷേ അതർവൈസ് നമ്മൾ അവനോൻ തന്നെ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഘടകം ജീവിതശൈലി എന്ന് പറയുന്നതിൽ തന്നെ ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഭക്ഷണം വേണം, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും നമുക്ക് ജീവിക്കാനായിട്ടും എല്ലാം ഭക്ഷണം വേണം. അതിൽ ഫാസ്റ്റ് ഫുഡും ഉണ്ടാക്കാം, പക്ഷേ അതിൽ ഹെൽത്തി ആയിട്ടും നമുക്ക് കഴിക്കാം. പക്ഷെ എങ്ങനെ അത് കറക്റ്റായിട്ട് കഴിക്കണമെന്നും ഏത് സമയത്ത് കഴിക്കണമെന്നും തീരുമാനിക്കുന്നത് ഒരു കറക്റ്റായിട്ടുള്ള ക്വാളിഫൈഡ് പേഴ്സൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നിങ്ങളത് കഴിക്കാനായിട്ട്. അല്ലാതെ ഒരു ഇൻഫ്ലുവൻസർ പറയണ കേട്ട് അത് ഫോളോ ചെയ്യണത് ശരിയായിട്ടുള്ള രീതിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അത് കറക്റ്റ് സമയത്ത് കഴിക്കുകയാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പം സുമിത്ത പറഞ്ഞ പോലെ തന്നെ നമുക്ക് വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഭക്ഷണം കഴിക്കണം, അതോടൊപ്പം തന്നെ വ്യായാമവും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പണ്ട് മുതൽ പറയുന്നതാണ് പ്രമേഹം, ഹൃദ്രോഗം, ഇതൊക്കെ വരുന്നത് പാരമ്പര്യ രോഗങ്ങളാണ്. പക്ഷേ എൻ്റെ ഇത്രയും 32 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ചെറിയ ഘടകം മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പാരൻസിന് ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതശൈലി നല്ലതാണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കണം. ഫാസ്റ്റ് ഫുഡാണെങ്കിലും അതൊരു മിതമായ രീതിയിൽ, നമ്മൾ പണ്ട് പറയില്ലേ അമൃതും വിഷമാണെന്നൊക്കെ പറയണ പോലെ, അത് ഒരു മിതമായ രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുക. വ്യായാമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കണോണ്ടും തെറ്റില്ല, പക്ഷെ അത് അമിതമാവരുതെന്ന് മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അധികം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും പല പ്രൊഫഷണൽ ആൾക്കാർക്കും അത് സാധിക്കാറില്ല. കാരണം പറയാൻ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാവരും പറയുന്ന ഒരു കാരണം അതാണ്, ഞങ്ങൾക്ക് അപ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഫഷൻ ഇതാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് പറയാനുള്ളത്? നമ്മൾ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുമ്പോൾ
എത്രത്തോളം പ്രൊഫഷണൽസ് സ്വന്തം ഹെൽത്തിൽ അവെയറാണ് എന്നുകൂടി നോക്കണം. കാരണം നമ്മൾ കരിയർ വൈസ് എല്ലാ ആളുകളും പറയുന്നുണ്ട് ഗോൾസ് അച്ചീവ് ചെയ്യണം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രീംസ് നേടണം എന്നൊക്കെ. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്, അത് നമ്മൾ എത്രത്തോളം അവെയറാണ്, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. മറ്റൊരു കാര്യം പറയുമ്പോൾ ഓരോ സ്ഥലത്തും ജോലി ചെയ്യുന്ന ആളുകൾ കോർപ്പറേറ്റ് ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എംപ്ലോയീസിൻ്റെ ഹെൽത്തിന് എത്രത്തോളം ആളുകൾ അല്ലെങ്കിൽ എത്രത്തോളം എംപ്ലോയേഴ്സ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം പേര് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഈ വർക്കിംഗ് വിമൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. വനിതകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അവർ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒന്നിനും സമയമില്ല, കഴിക്കാൻ സമയമില്ല എന്ന് സ്ഥിരം പല്ലവിയായിട്ട് ഇവർ പറയുന്ന കേൾക്കാം. ഇനി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരൊരു ചായയിൽ ഒതുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സിൽ ഒതുക്കുകയോ ചെയ്യും. എന്നിട്ട് വൈകിട്ടാവുന്ന സമയത്ത് ഇവർ സദ്യയാണ് കഴിക്കുന്നത്. ഏറ്റവും മാക്സിമം കഴിക്കാൻ പറ്റുന്നത് എന്താണ്? അതുപോലെ കുഴിമന്തി, അൽഫാം, അതുപോലെ എത്ര ജങ്ക് ഫുഡ് എത്ര മാക്സിമം കഴിക്കാൻ പറ്റുമോ അവരതുപോലെ കഴിക്കും. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ തന്നെ തുടങ്ങും. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറ്റി നമ്മുടെ ഫുഡിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ ഓരോ ജോലിയും ചെയ്യുന്ന സമയത്ത് ഹെൽത്തി ഫുഡ്സ്, ഈ ചെറിയ ചെറിയ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം ഹെൽത്തി ഫുഡ് കഴിക്കാനുള്ള, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാനുള്ള, അതിനുള്ള എത്രത്തോളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് എംപ്ലോയേഴ്സ് കൂടി നോക്കാൻ പറ്റണം. ഫുഡ് നമ്മളിപ്പോൾ പ്രൊഫഷണൽ ഗോളും കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ അവനവൻ്റെ ഹെൽത്ത് അതിനൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ കളർഫുൾ ആയിട്ടുള്ള ഫുഡ്, ഈ പറഞ്ഞ ഇന്ന സ്ഥലത്ത് ഏറ്റവും നല്ല ഫുഡ് കിട്ടും എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്രവാസിയും കൂടി ആയിട്ടുള്ള ആൾക്ക് മുമ്പ് ആയിരുന്നല്ലോ, അപ്പൊ ആ സമയത്ത് അറിയാം അവിടെയൊക്കെയാണിത് ആദ്യം എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്, ഈ നൈറ്റ് ഫുഡ് എന്നുള്ളൊരിത്. അത് ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഓ അവിടെയൊക്കെ നമുക്ക് പുറത്തു പോകണമെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കിട്ടായിരുന്നു, ഇവിടെ വരുമ്പോ ഇല്ലായിരുന്നു. ഇപ്പൊ ചിലപ്പോ അവിടെ നിന്നുണ്ടാവും, ഇവിടെ അതിനേക്കാൾ കൂടുതലാണ്. ആദ്യം എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്, ഈ നൈറ്റ് ഫുഡ് എന്നുള്ളൊരിത്. അത് ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഓ അവിടെയൊക്കെ നമുക്ക് പുറത്തു പോകണമെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കിട്ടായിരുന്നു, ഇവിടെ വരുമ്പോ ഇല്ലായിരുന്നു. ഇപ്പൊ ചിലപ്പോ അവിടെ നിന്നുണ്ടാവും, ഇവിടെ അതിനേക്കാൾ കൂടുതലാണ്. എന്താണ് അതിന്റെ ഒരു അഭിപ്രായം? ശരിയാണ്. കൂടുതൽ ഇപ്പം പ്രവാസികൾ പറയുന്നത് അവർക്ക് നാട്ടിലെ ഫുഡ്, ഇപ്പം അമ്മയാണെങ്കിലും വൈഫാണെങ്കിലും അവർക്ക് നാട്ടില് കറക്റ്റ് ടൈമിന് വെച്ച് കൊടുക്കാൻ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനൊക്കെ വീട്ടിലുള്ളവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒറ്റപ്പെട്ട് പ്രവാസിയായിട്ട് ഫാമിലി അല്ലാതെ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പം ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ പ്രശ്നം, അതുപോലെ തന്നെ ഷിഫ്റ്റ് ജോലി, അവിടെ ഈ ചൂടുള്ള സമയങ്ങളിലൊക്കെ ഫുഡൊന്നും കറക്റ്റിന് കഴിക്കാൻ കിട്ടില്ല. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, കൂടുതൽ സമയം ജോലി ചെയ്ത് അവരവരുടെ ആരോഗ്യം കളഞ്ഞ് സമ്പാദിച്ച് ഒക്കെ നാട്ടിൽ വരുമ്പോൾ ഒരു പ്രായമായി വരുമ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല അവിടെ ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ഹോട്ടലുകളിലാണെങ്കിലും എല്ലാവരും ഹോട്ടലുകളിൽ നിന്നാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം റൂമിലുണ്ടാക്കി കഴിക്കുന്നത് വളരെ റയറാണ്. പക്ഷെ ഇപ്പൊ കുറേ ആൾക്കാർ ഇപ്പം സ്വന്തമായിട്ട് ഫുഡ്, കാരണം ഈ ആരോഗ്യ പ്രശ്നങ്ങളും എന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത വന്നതോടുകൂടി ഇപ്പൊ ഒരുപാട് പേര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി ജോലി സ്ഥലത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ വന്ന് കഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട്. ഇപ്പം മാക്സിമം ആൾക്കാർ അവരവരുടെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന ശേഷം, അതായത് എല്ലാവരും പ്രവാസികൾ കുറെ പേര് നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പൊ ഈ ഹോട്ടൽ ഫുഡ് ഒഴിവാക്കാൻ മാക്സിമം നോക്കുന്നു. പക്ഷേ ഈ വീട്ടിലെ തന്നെ ആൾക്കാര്, ഇപ്പൊ കുട്ടികള്, ന്യൂ ജനറേഷൻ കുട്ടികൾ, അവര് നിർബന്ധം പിടിക്കും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് പുറത്തുപോയി ഫുഡ് കഴിക്കാം. അപ്പൊ ഈ പേരൻസിന് കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് പുറത്ത് പോകേണ്ട ഒരു ഗതികേട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവര് പുറത്തു പോകുമ്പോൾ ഈ കുട്ടികൾ കഴിക്കുന്ന പോലുള്ള ജങ്ക് ഫുഡ് ഇവരും കഴിക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് എന്താ വീട്ടിലുള്ളവർക്ക് എല്ലാവരുടെയും ഹെൽത്ത് ഒരേപോലെ അല്ലല്ലോ. അപ്പം പ്രായമായ ആൾക്കാർക്കും ഈ ജങ്ക് ഫുഡ് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ മറന്നു പോകുന്നുണ്ട്.
ഇതൊരു വലിയൊരു വിഷയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നൈറ്റിൽ ഇപ്പോൾ ഹോട്ടലുകളിലോട്ട് നമ്മൾ ഹോട്ടലിൽ പോകണമെന്നില്ല, നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ എറണാകുളത്ത് വന്നത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ തുറന്നിരിക്കുന്നത് ഹോട്ടലുകളാണ്. 8 മണിയാകുമ്പോഴത്തെ എല്ലാ ഷോപ്പുകളും അടയ്ക്കും. ബട്ട് 2 മണി 3 മണി ഏത് ഹോട്ടലിൽ എപ്പോൾ ചെന്നാലും ഏത് ഫുഡും കിട്ടും. പക്ഷെ ഇതേപോലെ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ വളരെ റയറാ ഒരു ഫുഡിന് വേണ്ടി നമ്മൾ കിലോമീറ്ററുകൾ താണ്ടിയാലേ ഒരു ചായക്കട പോലും കാണാൻ കിട്ടത്തുള്ളൂ. ഒരു ചായ കുടിക്കണം, ഇവൻ ചായ കുടിക്കാൻ പോലും കിട്ടാറില്ല. കാരണം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, നൈറ്റും ഡ്രൈവ് ചെയ്ത് ദൂരങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കും കിട്ടുന്നത്, അപ്പൊ ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ പെട്ടിക്കട മാതിരിയാണ് ഹോട്ടലുകൾ ഇരിക്കുന്നത്. നമുക്ക് ഫുഡിന് യാതൊരു പഞ്ഞവും ഇല്ല. അതേസമയം പുറത്തു പോയാലും നമ്മുടെ ഗതി ഇതാണ്. അപ്പൊ അവിടെ നമ്മുടെ ആരോഗ്യത്തെ നോക്കാറില്ല. പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പം എനിക്കിഷ്ടമുള്ള ഫുഡാണെങ്കിൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഒരേ ഫുഡ് നമ്മൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. അപ്പൊ അവിടെ ഞാൻ സാധാരണ കഴിക്കുന്ന പറഞ്ഞാൽ കൂടുതൽ എനിക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് എൻ്റെ മെനുവിൽ ഞാൻ കൂടുതൽ ആഡ് ചെയ്യാറുള്ളത്. പിന്നെ മത്സ്യം, മാംസം അതൊക്കെ. ഇപ്പം റെഡ് മീറ്റ് സാധാരണ ഞാൻ കുറവാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വീട്ടിലുള്ളവർക്കും അപ്പൊ എൻ്റെ ആരോഗ്യമായ ഒരു കുറെ പ്രശ്നങ്ങൾ വന്നതോടുകൂടി ഞാൻ കുറച്ച് കൺട്രോളായിട്ട് മറ്റുള്ളവർക്കും കൂടെ, കാരണം അവര് മുതിർന്നു വരുന്ന കുട്ടികൾക്കും ഈ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, നമ്മുടെ ഹസ്ബൻഡിന്റെ ആരോഗ്യം, പിന്നെ നമുക്ക് അറിയാവുന്നവർക്കും നമ്മളിത് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇതുപോലൊക്കെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അസുഖങ്ങളല്ല വരുന്നത്, എങ്കിലും നമ്മൾ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, നമ്മുടെ അറിവുകളെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ഇത് കഴിക്കരുത് നിങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ കൂടുതലും ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ സ്വീറ്റ്സ് അത് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വീറ്റ്സ് ഇല്ലാത്ത ഒരു കാര്യം അവർക്കില്ല. ബട്ട് അവർക്ക് ഈ അസുഖങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ കേരളം, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ കൂണുപോലെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ കേരളം വിട്ട് പുറത്തോട്ടൊന്ന് പോയി നോക്കി, ഓരോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ ഒക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തപ്പി നടന്ന് നമ്മൾ ശരിക്കും അലഞ്ഞു നടക്കണം ഒരു ക്ലിനിക്കോ ഒരു ഡോക്ടറെ ഒക്കെ കണ്ടുമുട്ടണമെങ്കിൽ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് ആയിട്ട് മാറി. എല്ലാം ഹോട്ടലുകാരാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാ രീതിയിലും. എന്ന് വെച്ചാൽ മലയാളികൾ കൂടുതലും ഫുഡിയായിട്ടങ്ങ് മാറി. മനസ്സിലായോ? അപ്പൊ അവർക്ക് എന്ത് കഴിക്കണം ഏത് കഴിക്കണം എന്നൊരു ലെവലില്ലാത്ത രീതിയിൽ. ഇപ്പൊ ഹോട്ടൽ തന്നെ, ഒരു ഹോട്ടലും അത്ര എനിക്ക് തോന്നുന്നില്ല ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആണ് ഇതാണ്. അവിടെയാണ് നമ്മൾ പോയി ഫുഡ് കഴിക്കാനിരിക്കുന്നത് പല ഹോട്ടൽ. പിന്നെ സ്വിഗ്ഗി നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിരൽത്തുമ്പിൽ ഓടിയെത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഫുഡും കൊണ്ട്. ഈ വരുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? വരുന്ന ആൾക്കാര് കൊണ്ടുവരുന്ന ഫുഡ് അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വാങ്ങിച്ച് കഴിക്കുന്നവര് മാക്സിമം, എൻ്റെ അഭിപ്രായത്തിൽ മാക്സിമം നമ്മൾ തന്നെ നമ്മുടെ ഫുഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വേറെ ആര് പറഞ്ഞിട്ടോ നമ്മൾ എന്ത് ചെയ്തിട്ടോ കാര്യമില്ല. അവരവരുടെ ഹെൽത്തിനെ കാത്തു സൂക്ഷിക്കാന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഫുഡ് കഴിച്ചിട്ട് മാത്രമാണോ പല അസുഖങ്ങളും വരുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പോഴും ഉണ്ട്. കാരണം ഇന്നത്തെ തലമുറയിലെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് വല്ല അമേരിക്കയിലാണ് ഇപ്പോഴും അവർ ജീവിക്കണം തോന്നാറുണ്ട്. കാരണം അവർക്ക് രാത്രി ആവുമ്പോഴാണ് അവരുടെ പകലാവുന്നത്. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് പറയുന്ന സമയത്തായിരിക്കും ഈ പറഞ്ഞ സൊമാറ്റോയും ആൾക്കാരെയും എല്ലാവരും അവർ വെക്കും, വീട്ടിലാവും, അല്ലെങ്കിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ഈ ഫുഡ് ഹാബിറ്റിൽ ഉണ്ടാവുന്നതിൽ പലരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നത്. ആ ഒരു സമയത്ത് പലപ്പോഴും ലേറ്റ് ആവാറുണ്ട് ഈ ഒരു ഇതിലേക്ക് എത്താൻ. ഇപ്പൊ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പലതും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് അതൊരു കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് വേണ്ട ആൾക്കാരോട് ചോദിക്കാനോ ഇപ്പോഴും മടിയാണ് നമ്മുടെ ജനറേഷൻ. പ്രത്യേകിച്ച് പുതിയൊരു ജനറേഷനിലെ കുട്ടികൾ അവർ വേറെ കാര്യങ്ങൾക്ക് പോലും ഈ ഫുഡിന്റെ കാര്യത്തിൽ ഇതാണ്. പക്ഷെ കുറെ പേര് ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു കുറച്ചൊരു മിഡിൽ ഏജിലെ ആൾക്കാർ പിന്നെ ഇപ്പൊ വീണ്ടും തിരിഞ്ഞ് ഈ പറഞ്ഞ യോഗ, ജിമ്മ്, വർക്കൗട്ട് എന്ന കാര്യങ്ങളിലേക്ക് വന്നു തുടങ്ങിയെങ്കിൽ ഒരു ന്യൂ ജനറേഷനിൽ ചെറിയ പിള്ളേരിൽ പകുതി പേരും, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേര് ഇപ്പോഴും ആ ഒരു ഫുഡാണ്. പുതിയ ഫുഡ് എവിടെ കിട്ടിയെങ്കിലും അവിടെ ആദ്യം വന്ന് ഞാൻ ആദ്യം കഴിക്കണം, ഫസ്റ്റ് സിനിമ കാണണം എന്ന് പറഞ്ഞ മാതിരിയാണ്. അതിപ്പോ ഈ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ആവുന്ന രീതിയാണ്. കാരണം എല്ലാ ദിവസവും കട വരുന്നുണ്ട്, എല്ലായിടത്തേക്കും പോയി കഴിക്കണം, അതാണ് വരുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയും ഇതിനൊരു പ്രധാന ഘടകമാണ്. കാരണം സോഷ്യൽ മീഡിയയിലെ ഈ ആൾക്കാർ ഉണ്ടാക്കിയിടുന്ന ഫുഡ് എല്ലാം ഞാനും കഴിക്കണം. നമ്മളെ കാണുന്ന കാഴ്ചകൾ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാവരും പറഞ്ഞു എന്റെ മക്കൾ ഇത് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കുഞ്ഞു കുട്ടി വന്നിട്ട് സ്മോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മമാർ സമ്മതിക്കില്ലല്ലോ. സോ നിങ്ങൾ അവിടെ ആ ഷാഡ്യം സാധിച്ചു കൊടുക്കാൻ പാടില്ല. എങ്ങനെ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളൊരു വശം ആദ്യം നോക്കണം. അതിന് നമ്മൾ ഈ പറയില്ലേ, നമ്മൾ TV കാണാൻ സീരിയൽ കണ്ടിട്ട് മക്കളോട് പഠിക്കാൻ പറയണ പോലെ ആവരുത്. ഫസ്റ്റ് യു ചേഞ്ച്. നിങ്ങൾ ആദ്യം മാറി തുടങ്ങും. വീട്ടിൽ ആരാണോ ഫുഡ് ഉണ്ടാക്കുന്നത്
പെട്ടെന്ന് ഒരു ദിവസം നീ ഇത് കഴിക്കരുത് പറഞ്ഞാൽ അവർ കേൾക്കില്ല. സോ ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ സമീകൃത ആഹാരം, നന്നായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ പോയി ഒരു ഷവർമ കഴിക്കാൻ പറ്റില്ല. സി ദാറ്റ്സ് വൈ ഐ എം സീയിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ടിഫിൻ ബോക്സ് കുഞ്ഞിന് സ്കൂളിൽ വിട്ട് കൊടുക്കുമ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഒരു സമീകൃത ആഹാരം ഉണ്ടായിരിക്കണം. അതിന് ആദ്യം ആ വീട്ടമ്മ അറിയണം എന്താണ് സമീകൃത ആഹാരം, അല്ലെങ്കിൽ ആ അച്ഛൻ അറിയണം എന്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ, എല്ലാവർക്കും അറിയാം പഞ്ചസാര ഒരു വിഷമാണെന്ന്. ചുമ്മാ ഗൂഗിൾ എടുത്ത് നോക്കൂ, എന്തെല്ലാം നമ്മളൊന്ന് സെർച്ച് ചെയ്യുന്നു. വൈ ഷുഗർ ഈസ് പോയിസൺ. നോ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു ടീനേജ് വരെയൊക്കെ ഒരു കുഞ്ഞിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു നോളജ്. വളരെ ചെറുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ഈ കിട്ടുന്ന സാധനങ്ങൾ എത്രത്തോളം നല്ലതാണ് നമുക്ക് അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ പോയിസൺസ് ഉണ്ട്. ഇപ്പൊ പച്ചക്കറി പോയിസൺ ആണ്, നമ്മൾ നന്നായി വാഷ് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നടക്കാന്നല്ല ഞാൻ പറയുന്നത്. ഇത് വിഷമാണെന്ന് അറിഞ്ഞിട്ടും അത് അവിടെ ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഈ എല്ലാം കഴിക്കുന്ന വിഷമാണ്, എല്ലാം കഴിക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എത്ര നല്ലതുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് ഫാസ്റ്റ് ഫുഡ്. ഞാൻ പറയുന്നത് ക്ലീൻ ഫുഡും ഉണ്ട്, ഡേഞ്ചർ ഫുഡും ഉണ്ട്. സോ ബെറ്റർ യു ചേഞ്ച് ടു ക്ലീൻ ഫുഡ്. നല്ലത് ഇതിൽ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ ഏറ്റവും കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഭക്ഷണത്തിലേക്ക് മാറുക എന്നുള്ളത്. മടി വിചാരിക്കാതെ കുട്ടികൾക്ക് നമ്മൾ നല്ല ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ചാൽ അത് തന്നെ ഞാൻ മാറിയാലേ എന്റെ വീട്ടിലൊരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. ഇവിടെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി ഒന്നിടത്ത് ഒന്ന് ഫ്രീ ഉണ്ട്, പല സ്ഥലത്തും പഞ്ചസാരയും ഫ്രീ ആണ്. ആ പഞ്ചസാര കഴിക്കാത്ത ആളെ പോലും പഞ്ചസാര ഫ്രീ ആന്ന് പറഞ്ഞാൽ നമ്മൾ കാണാം അവിടെ ഇരിക്കുന്ന ആളെ വേണോ വാങ്ങാം, ഫ്രീ അല്ലേ. അതെ, വാങ്ങിയേക്കാം. മലയാളിയുടെ ഒരു ഗുണം ഒരു അനുഭവത്തിലുള്ളതാണ്. വേണ്ട, മലയാളിക്ക് എങ്ങനെയാണ് മലയാളികളുടെ സ്വഭാവമാണ് എന്ത് ഫ്രീ കിട്ടും. ഈ ഒരു കാര്യം സത്യമാണ്. ആസ് എ യോഗ ട്രെയിനർ എന്റെ ക്ലാസ്സിലേക്ക് പുരുഷന്മാരെക്കാളും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. ബിക്കോസ് അവർക്ക് ഈ പറഞ്ഞ പോലെ എൻഡോമെട്രോസിസ് പോലുള്ള ഇതുവരെ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് വന്നു. ഓക്കെ, സോ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇതിരുന്ന് ചോദിക്കാനുള്ള ഒരു സമയവും സാഹചര്യം ചിലപ്പോൾ ഡോക്ടർ കൊടുക്കണമെന്നില്ല. സോ ഐ എം ട്രൈങ് ടു എഡ്യൂക്കേറ്റ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ. ഇനി ഇത് എപ്പോഴാണ് അറിയാൻ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഒരു 3 months കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഈ പറഞ്ഞ പോലെ റൈറ്റ് ഫുഡ് കഴിക്കുകയും നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇറ്റ്സ് ചേഞ്ചിങ്. ഇനി ഒരാള് ഇനിയിപ്പോൾ രോഗത്തെക്കുറിച്ചൊന്നും അവെയർ അല്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് വയർ വെച്ചാൽ നമ്മൾ അവെയർ ആവും അല്ലേ. അയ്യോ എൻ്റെ കോൺഫിഡൻസ് ഉറപ്പായിട്ടും എന്തൊക്കെ മൈ ബോഡി മൈ പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഞാൻ ആഗ്രഹിക്കുന്ന വസ്ത്രം ഇടാൻ പറ്റുന്നില്ല. എൻ്റെ കോൺഫിഡൻസ് പറയുന്ന സ്ത്രീകളാണ് എൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരും, ഈവൻ ജെൻസ് ആയിക്കോട്ടെ. ഇനി അല്ല മാം, അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ലാസ്റ്റ് വന്നൊരു ക്ലയൻറ്റ് പറഞ്ഞത് മാം ഈ മാസം ഞാൻ 7000 രൂപയാണ് സേവ് ചെയ്തത്. ആ പൈസ മുഴുവൻ ഹോട്ടലിൽ കൊടുത്തോണ്ടിരുന്നതാണ്. ദിസ് ഇസ് ട്രൂ. ചുമ്മാ പറഞ്ഞതല്ല. ഇത് ഹോട്ടലിൽ മാത്രമല്ല ഹോസ്പിറ്റലിലും ഇതേപോലെ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ശീലം അത് നമ്മൾ കൊടുക്കുന്നത് പോലെ കുട്ടികൾ ശരിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ചൊട്ടയിലെ ശീലം ചുടലവിലെ പറഞ്ഞ പോലെ. പക്ഷെ ഈ പറഞ്ഞോളാം, നിങ്ങൾക്ക് ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ളത് ഒരു മോശം ശീലം നിങ്ങൾക്ക് ശീലമാക്കാമെങ്കിൽ നല്ലതും ശീലമാക്കാം. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോവുമായിരിക്കും. എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുക അതിനെ. പക്ഷെ നിങ്ങളെ നന്നാക്കാൻ വേറെ ആർക്കും പറ്റില്ല, എന്നെ നന്നാക്കാൻ എനിക്കേ പറ്റുള്ളൂ. വി കാൻ ചേഞ്ച് അതേഴ്സ്. നമ്മൾ ചെറുപ്പത്തിലെ മുതൽ പഠിക്കേണ്ടത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. അപ്പം സാധാരണ ഞാൻ നോക്കുമ്പോൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓടി വരും. ഡയബറ്റീസോ കൊളസ്ട്രോളോ ഒക്കെ വരുമ്പോൾ ഇവർ ഓടി വരും. അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് ഡോക്ടർ പറഞ്ഞ് grade 2 grade 3 എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. ഫാറ്റി ലിവറൊക്കെ ഭയങ്കര കോമൺ ആണ് നമ്മുടെ അടുത്ത്. അതേപോലെ തന്നെ PCOSും അതൊക്കെ പെൺകുട്ടികളുടെ ഇടയിൽ വളരെയധികം കോമൺ. എൻ്റെ തുടക്കത്തിലുള്ള കാരിയറിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പം വളരെ കൂടുതലാണ്. അപ്പം ഇവർ അതായി കഴിയുമ്പോൾ അവർ വന്നിട്ട് എന്ത് നമ്മൾ പറഞ്ഞാലും അവർ ചെയ്യാൻ ചെയ്യാറാണ്. പക്ഷെ ഞാൻ പറയണേ എന്തിനാണ് ആ അവസ്ഥയിലേക്ക് വരുന്നത്? മുള്ളു വെച്ചെടുക്കണ കട്ടപ്പാറ വെച്ചെടുക്കണ പരുവത്തിലേക്ക് ആക്കുകയാണ് ആൾക്കാർ. അത് വേണ്ട. അതിന് മുമ്പായിട്ട് ഒന്ന് നല്ലതായിട്ട് പോകണം. ഈ പുറത്തു പോയി കഴിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. പുറത്തു പോയി നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ വേണം. പക്ഷെ അതിനൊരു മിതമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുകയാണെന്നല്ല. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ സിറ്റികളിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് ഹോട്ടലുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഹോട്ടലുകൾ പൂട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പൂട്ടണേന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. ഒരു ഫുഡ് ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ സാധിക്കും. ചിലപ്പോൾ അവർ അത് ക്ലോസ് ചെയ്യിപ്പിച്ചതായിരിക്കും, വേറൊരു പേരിലായിരിക്കും അവർ അടുത്തത് തുടങ്ങണത്, നമ്മളത് അറിയണില്ല. പക്ഷെ ആ ഫുഡ് പോയിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല, അതിൻ്റെ ആ ഒരു അപ്പിയറൻസും അത് കാണാനുള്ള ഇതും കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ വയറിന് ആവശ്യം ഉണ്ടായിട്ടല്ല നമ്മൾ കഴിക്കുന്നത്, ആ നാവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ നാവ് ഇവിടം വരെ ഉള്ളൂ. താഴത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഇതുമില്ല. അത് പോയിട്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഒരു ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്താൽ തന്നെ 50% ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ പറ്റും.
നമ്മൾ കഴിക്കുന്ന ആ ഒരു റൈറ്റ് ഫുഡ് ഹാബിറ്റ്. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ ഇതൊക്കെ ഇത് പറഞ്ഞത്? ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം. നമ്മൾ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. എന്റെ അടുത്ത് ഇപ്പൊ വന്ന കുറെ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് അവര് വീട്ടിൽ നിന്ന് കഴിക്കില്ല, 3 നേരം പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവര് ജോലി അങ്ങനെയാണ്, ചിലപ്പോൾ ഫാമിലി കൂടെ ഉണ്ടാവില്ല, അവർ 3 നേരം പുറത്തുനിന്നാണ് അവർ കഴിക്കുന്നത്. വരുമ്പോൾ തന്നെ പറയും, മാഡം ഞാൻ 3 നേരം പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അവർക്ക് അതനുസരിച്ചിട്ട് നമ്മൾ ഇതാക്കി കൊടുക്കും. നമ്മുടെ ഹോട്ടൽസിൽ നമുക്ക് ഹെൽത്തി ഫുഡ്സും അവൈലബിൾ ആ. നമ്മുടെ സാധാരണ തനതായ കേരളത്തിന് മട്ട അരി ചോറും ഒരു കുത്തരി ചോറും ഊണൊക്കെ കഴിച്ചാൽ തന്നെ അത് ഹെൽത്തിയാണ്. പക്ഷെ അതിന് പോയിട്ട് ഇപ്പോൾ ഉള്ള ദോശ നമ്മൾ ശരിക്കും ജങ്ക് കാറ്റഗറിയിൽ വരും. കാരണം അതിനകത്ത് ഉള്ള നെയ്യും ബട്ടറും അതിനകത്ത് ഉള്ള വനസ്പതി ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല സാധനങ്ങൾ ഹോട്ടലുകളിൽ അവൈലബിൾ ആ. അങ്ങനത്തെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് അവർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ വ്യായാമം അവർ കൊണ്ടുപോകണം. ദോശ നമ്മൾ ശരിക്കും ജങ്ക് കാറ്റഗറിയിൽ വരും. കാരണം അതിനകത്ത് ഉള്ള നെയ്യും ബട്ടറും അതിനകത്ത് ഉള്ള വനസ്പതി ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല സാധനങ്ങൾ ഹോട്ടലുകളിൽ അവൈലബിൾ ആ. അങ്ങനത്തെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും. അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് അവർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ വ്യായാമം അവർ കൊണ്ടുപോകണം. പക്ഷേ ഈ നമ്മുടെ ഫുഡിന്റെ സ്റ്റൈല് മാറുമ്പോ തന്നെ നമുക്ക് മെന്റലി പ്രശ്നങ്ങളും വരും, ആരോഗ്യ പ്രശ്നങ്ങളും കൂടുകയും ചെയ്യും. പക്ഷെ ഇതാരും അല്ലടാ, നമ്മള് രാത്രി നന്നായി വയറ് നിറച്ച് ആഹാരം കഴിച്ച് ഉറക്കത്തെ ബാധിക്കും. നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ എന്തായാലും എഴുന്നേറ്റേ പറ്റുള്ളൂ, ജോലിക്ക് പോകണം, മക്കളെ വിടണം. സോ ലെത്താർജിക് ആയിരിക്കും ആ ഡേ. സോ സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യും. സോ നെക്സ്റ്റ് ഡേ അതേ സമയത്തെ നമുക്ക് ഉറക്കം വരല്ലോ, 1 മണി 2 മണി. ഇന്ന് ആരാണ് 9 മണിക്ക് 9:30 ഉറങ്ങുന്നത്? ഇപ്പൊ ചെറുപ്പക്കാരില് നമ്മൾ കാണുന്നു 30 വയസ്സ് ഹാർട്ട് അറ്റാക്ക്, 35 ഹാർട്ട് അറ്റാക്ക്. ഇതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഉറക്ക പ്രശ്നമാണ്. ഓക്കെ, ഒരു 1 വീക്ക് നമ്മൾ ഭയങ്കര ഡയറ്റിങ്ങും ഭയങ്കരമായിട്ട് എക്സർസൈസും ഒക്കെ ചെയ്തിട്ട് ഈ സൺഡേ സാറ്റർഡേ ഫാമിലി ആയിട്ട് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് നിറയെ ഫുഡ് അടിച്ചിട്ട് വരും. ശരിയാണ്. നമ്മൾ അറിയാവുന്നവരോടൊക്കെ ചോദിക്കും, ഇതെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു 1 വീക്ക് നിങ്ങൾ ഭയങ്കര ജിമ്മിലൊക്കെ വന്നിട്ട് ഭയങ്കര, ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, ജിമ്മിലൊക്കെ വന്നിട്ട് ഭയങ്കര വർക്കൗട്ടാണ് 1 വീക്ക്. എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ഈ സൺഡേ സാറ്റർഡേയും കൂടെ ഇത് അതേപോലെ മര്യാദക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അവര് പറയുന്നത് ചോദിക്കുന്നത് നമ്മളോട് ഇതാണ്, ഞങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഹാബിറ്റ് ആക്കാൻ പറ്റും. ഇപ്പോഴത്തെ ചെറുപ്പ പിള്ളേര് കൺസൾട്ടേഷൻ വരുമ്പോ അവര് പറയുന്നുണ്ട്, ചെറുപ്പം എനിക്ക് ചില സമയത്ത് തോന്നിയിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ പിള്ളേരെ വളർത്തിയെന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മളും ഇതൊക്കെ കടന്നു വന്നതാ. അവര് വന്നിട്ട് പറയണത് ജോലിയുണ്ട്, ജോലിക്ക് പോണ്, കൊച്ചിനെ ഇതാക്കണം, അതുകൊണ്ട് എൻ്റെ വൈഫിന് അത് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾ എനിക്ക് പറയണ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതാണ്, കൺസൾട്ടേഷൻ വന്നിട്ട്, മാഡം സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ എഴുതണം കേട്ടോ, വൈഫിന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ എഴുതണേ, എന്നാലേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി റൈറ്റ് ഫുഡ് ഈസ് വെരി വെരി ഈസി. സമയമോ ഷവർമ ഉണ്ടാക്കുന്ന നേരോ അത്രയും കണ്ടൻസോ ഒന്നും വേണ്ട. ഇതാണ് ഈ ടേസ്റ്റ് ബഡ്സിന്റെ പ്രശ്നമാണ്. റൈറ്റ് ഫുഡും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതെ, നമ്മുടെ പഴയ തലമുറയുടെ ആഹാര രീതി നോക്കിയാൽ അന്ന് പ്രകൃതി അനുസരിച്ചിട്ട്, സീസൺ അനുസരിച്ചിട്ട്, കാലം അനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആയുർവേദ ശാസ്ത്രം അനുശാസിക്കുന്നതും അതാണ്. കാരണം ഒരു ആഹാര രീതി നമ്മൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുമ്പം അവിടുത്തെ ദേശം, കാലം, പ്രകൃതി, ആളിൻ്റെ വയസ്സ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അഗ്നി എന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, നിങ്ങളിപ്പം കഴിച്ച ആഹാരം അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്ന ആഹാരം എത്ര സമയം കൊണ്ട് ദഹിച്ചു മാറുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം നമ്മൾ പ്രകൃതി ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിലിരിക്കുന്ന നമ്മൾ കഴിക്കുന്നത് യൂറോപ്പിന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെ ആഹാരമാണ്, ചൈനീസ് ഫുഡാണ് കഴിക്കുന്നത്. അതെ, നമ്മുടെ അതനുസരിച്ചിട്ട് ആ ഒരു ക്ലൈമറ്റ് വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ മെറ്റബോളിക് സിസ്റ്റത്തിനും അതനുസരിച്ചിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആഹാരമായിരുന്നു പണ്ട്. തണുപ്പ് കാലത്ത് വൈകിട്ട് പിന്നെ ഒരു കഞ്ഞിയും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഞവരേരിയുടെ കഞ്ഞിയും ഉപ്പുമാങ്ങായും ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ട് വന്നിരുന്ന ഒരു ഇതാണ്. അതാ പറഞ്ഞ അവയർനെസ് ഇല്ല. ഇപ്പൊ ഇവര് ഹോട്ടലിൽ ചിക്കൻ ഷവർമ ഇത്രയും ഹീറ്റിൽ ചെയ്യുന്നു. ഇത് നമ്മുടെ അകത്തേക്ക് എന്ത് മാറ്റം വരുത്തുന്നു? ഹീറ്റ് മാത്രമല്ല, അത് കുറെ ദിവസം ഇത്രയും ഡേയ്സ്, എത്ര നാൾ മുന്നേ കൊന്ന സാധനത്തിന് ഇനി വീട്ടിൽ കൊണ്ടുവന്നാലും 3-4 ദിവസം വെച്ച് ചൂടാക്കി.
ഫുഡ് കഴിക്കുമ്പോഴും ചില ആൾക്കാർക്ക് നിർത്താൻ പറ്റാതെ ആകുമ്പോഴും നമ്മൾ അപ്പോഴും നോക്കണം എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്, എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്. ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഗൈഡ് ചെയ്യാം അതിന് വേണ്ട ആളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര ശ്രമിച്ചിട്ടും ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും നമ്മൾ എത്ര നോക്കിയാലും നമ്മുടെ ഡയറ്റ് നോക്കിയാലും നമുക്കത് എവിടെയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളിലേക്ക് ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ഹെൽപ്പ് എടുക്കാം. അത് ഏറ്റവും ഒരു മടിയും കൂടാതെ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഈ ഫുഡ് ഹാബിറ്റിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിൽ ഇത്തിരി നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കാം. ഈ കഴിച്ച ഭക്ഷണത്തിന് ദഹിക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നത്, അതിന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് പുറത്തു വന്ന് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രമാത്രം നമ്മളെ ചീത്ത വിളിക്കുന്നു. കാരണം ഒരു ഫുഡ് കഴിയുമ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ അതൊരു ഡയറ്റിന്റെ ഭാഗമാണെന്ന് പറയുന്നവരുണ്ട്. അതിന് ചിലവരെന്താ ചെയ്യുന്നത്, രാത്രി നല്ലപോലെ കഴിക്കും, അത് കഴിഞ്ഞ് രാവിലെ വരെ എഴുന്നേറ്റിട്ടുണ്ട് കിടന്നുറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് അല്ല, ഒരു ഫാൻസി സാധനത്തിൽ നമ്മൾ വീഴരുത്. പല പല കണ്ടന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം പലതും ഉണ്ടാവും. ബട്ട് ഇത്രയും ഓർത്താൽ മതി, ഒരു മനുഷ്യന് സമീകൃത ആഹാരം എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പറയുന്നു. പണ്ടുള്ളവർ പണ്ടേ പറഞ്ഞ സാധനത്തിനെ നമ്മളിപ്പോ ഇന്ന് അത് വിദേശികൾ കൊണ്ടുവന്നതായിട്ടൊക്കെ എന്നോ ഇത് എല്ലാ സമുദായത്തിലും ഉള്ള ഒരു കാര്യമാണ് ഓൾറെഡി. ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ശുദ്ധീകരിക്കുന്ന സാധനം. ഇത് തടി കുറയ്ക്കാനോ ഒന്നുമല്ല. എല്ലാവർക്കും ഇപ്പൊ 7 ദിവസം ജോലി തന്നാൽ നമ്മള് എങ്ങനെയാണ് ക്ഷീണിക്കുന്നത്, ഇതേപോലെ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. നമ്മുടെ രാത്രി ഡിന്നറും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടാവണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡൈജഷൻ പ്രോപ്പർ ആവും, നമ്മുടെ ആമാശയം നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങും, വളരെ യങ് ആവും. ഇനി ഇതിനേക്കാളുപരി ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് ഫുഡ് ഹാബിറ്റ്, നല്ല സ്കിന്നായിരിക്കും, ആരോഗ്യം ഉണ്ടാവും, ആയുരാരോഗ്യം കൂടും. പിന്നെ ഇതാണ് വേണമെങ്കിൽ ഇരുന്ന് തർക്കിക്കാം, ഇതെല്ലാം ചെയ്താലും ചത്തുപോവില്ലേ മരിച്ചു പോവില്ലേ എന്നൊക്കെ. സോ നോ, വരുമ്പോ വളരെ ഭംഗിയായിട്ടാണ് പ്രകൃതി നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പൊ അതിനേക്കാളും നന്നായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ഒരു പറയുന്ന ഒരു കാര്യം ഞാൻ പറയും, ഇതാണ് പറയാൻ പോകുന്ന ഒരു കാര്യം. നിങ്ങൾക്കൊക്കെ ഇരുന്ന് പറയാം. ജോലിക്ക് പോകുന്ന ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത് വൈകുന്നേരമാണ്. ഈ വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു സാലഡ് എടുക്കാം, നല്ലൊരു സൂപ്പ് എടുക്കാം. അവിടെയാണ് ഈ പറയുന്ന ആളുകളുടെ മറുപടിയാണ് ഈ പറയുന്നത്. നമ്മൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ഫോർ ഹെൽത്തി റെസിപ്പീസ്, നല്ല സാലഡ് റെസിപ്പീസ് നോക്ക്. അതൊരു 4 ദിവസം കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു മനോസുഖവും ആ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്. എന്തുകൊണ്ട് വയറിന് വീണ്ടും വീണ്ടും വിശക്കുന്നു? നല്ല സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാത്തടത്തോളം നിങ്ങളുടെ വയറ് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സമീകൃത ആഹാരം, പ്രോട്ടീൻ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സാലഡ് എടുത്ത്, അതുകൊണ്ടാണ് രണ്ടാമത് ചോറ് അങ്ങനെയല്ല, രണ്ടും അടുത്തത് സാമ്പാർ കൂട്ടി, രസം കൂട്ടി, തൈര് കൂട്ടി. നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഫുഡ് എടുക്കാം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ വീട്ടിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ മുളപ്പിച്ച അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഉൾപ്പെടുത്തി. ഞാൻ പറയുന്നത് നിങ്ങൾ വിദേശ ഇനം ഫ്രൂട്ട്സ് കഴിക്കണം, ബ്ലൂബെറി കഴിക്കണം എന്നല്ല, നല്ലൊരു പോമോഗ്രാറ്റ് വാങ്ങിച്ചു കഴിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഒരു മലയാളി അല്ല, ഒരു മലയാളി വെള്ളം അടിക്കാൻ ഉപയോഗിക്കുന്നതിന്റെ പാതി കാശ് മതി. ദിസ് ഇസ് ട്രൂ. 700 രൂപയുടെ സാലറി മേടിക്കുന്ന ഒരു ദിവസം 700 രൂപ സമ്പാദിക്കുന്ന ഒരാൾ 500 രൂപയുടെ കണ്ണുപിടിക്കും. അല്ല, ഇത് പറഞ്ഞില്ലേ സാധാരണ പറ്റില്ല എന്ന് പറഞ്ഞ ടേമിൽ ഞാൻ പറഞ്ഞാണ് ദിസ് ഇസ് ട്രൂ. വിദേശത്ത് പോയി ഇത്രയും സമ്പാദിച്ചു വരും, ഇവിടെ വന്ന് EMI ആ EMI കഴിയുമ്പോഴേക്കും വയസ്സായി, ഇനി അപ്പോഴേക്കും വല്ല കിഡ്നി ഒക്കെ ഫെയിലർ ആയി പോയി, വൈ യു ആർ ലീവിങ് ഹിയർ? ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടുള്ള ഇത് ആരെയും തെറ്റ് പറയുന്നൊന്നുമല്ല, നമുക്ക് അറിവില്ലായ്മയാണ്. വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. അപ്പം നമ്മൾ എന്തിനെല്ലാം മൂവി കാണുന്നു, എന്തെല്ലാം സെർച്ച് ചെയ്യുന്നു. സോ സെർച്ച് അബൌട്ട് ദിസ്. കുട്ടികളിൽ ഇപ്പം ശീലം മാറ്റാന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള മൂവീസ് ഉണ്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ. കാരണം എനിക്കറിയാവുന്ന കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ മോൻ തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഹീസ് ലിവിങ് ഇൻ മസ്ജിദ്. പക്ഷെ ഇന്ന് രാവിലെ പോയതാണ് അവൻ. ഇന്ന് അവൻ പോയത് അവൻ്റെ പെട്ടിക്കകത്തെല്ലാം കൊണ്ടുപോയിരിക്കുന്ന പുട്ടുകുറ്റി, പിന്നെ തവ, ഇതൊക്കെയാണ് അവൻ്റെ ലഗേജ്. സോ ഹിറ്റ്സ് ഓൺ ഇസ് ഓൺ. ചെന്ന് കഴിഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുവാണ്. അപ്പോൾ അവനവിടെ ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടുള്ള മറ്റുള്ളവരെയും, ഞാൻ പറയും ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. കൂടുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട്. അതെ, അതാണ് സംസർഗ ദോഷഗുണ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പൊ ഞാൻ നല്ലൊരു ഫുഡ് കഴിക്കുമ്പോൾ ഓ നീ മെലിയാൻ പഠിക്കോ, ഐശ്വര്യമാക്കി പഠിക്കുക. സി ദിസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് അവേഴ്സ്. നമുക്ക് എല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് 3 നേരം പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്ത് കഴിച്ചാൽ മതി.
അപ്പം അത് കഴിച്ചാൽ പിന്നെ അത് ലേറ്റ് ആയിട്ടും അതൊക്കെ കഴിക്കാതെ രാത്രിയിൽ 2 മണിക്ക് 3 മണിക്കൊക്കെ കഴിക്കാതെ ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സ് കുറേ പേരുണ്ട്. അവർ ചിലപ്പോൾ 2 മണിക്കായിരിക്കും വർക്ക് കഴിഞ്ഞു വരുന്നത്. പക്ഷെ അപ്പോൾ അവർ ആ 2 മണിക്ക് വന്നിട്ടല്ല കഴിക്കേണ്ടത്. അവരുടെ സർക്കഡിയൻ റിതം അതനുസരിച്ചിട്ടായിരിക്കണം അവരുടെ ക്ലോക്ക് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന ആളുടെ പോലെ അല്ല നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആള്. അയാളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിന്റെ ടൈമിംഗ് വ്യത്യാസമാണ്. അയാൾ അത് സമയം അവര് പകല് കിടന്ന് അവർ ഉറങ്ങുകയും വേണം. പകൽ അവർക്ക് ഫുഡ് ഉണ്ടാവില്ല. ഒരു ഇച്ചിരി നട്ട്സും സീഡ്സും സോക്ക് ചെയ്യാൻ ഒരു ഗ്ലാസ് ഒരു വെള്ളം ഇച്ചിരി വെള്ളവും മതി. ഒരു ചായയും സ്നാക്സും സോ കുറെ ബെറ്റർ ആക്കാം. നമുക്ക് പഴംപൊരിയും ഉഴുന്നുവടയും മാത്രമല്ല നമുക്കൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. നമുക്ക് നല്ല അട കിട്ടും, നല്ല കൊഴക്കട്ട കിട്ടും, ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീംഡ് ആയിട്ടുള്ള നല്ല സാധനങ്ങൾ കിട്ടും. നമ്മൾ എത്ര പേര് അത് ചൂസ് ചെയ്യും? അപ്പൊ അവിടാണ് നമ്മുടെ കോൺഷ്യസ് തിങ്കിങ് എന്നുള്ള ആ ഒരു ഫാക്ടർ. അല്ല, സൊസൈറ്റിക്ക് ഭയങ്കര ബന്ധമുണ്ട്. മനുഷ്യര് ടേസ്റ്റിന്റെ പുറകെ അല്ലേ പോവാ ഇപ്പൊ. ടേസ്റ്റിന്റെ പുറകെ സ്നാക്കിംഗ് ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 or 2 3 days you go for a healthy option. യെസ്. ഇപ്പൊ മൺഡേ ടു ഫ്രൈഡേ ഓഫീസിലുള്ള സമയത്ത് നട്ട്സ് കഴിക്കാം. സാറ്റർഡേ വീട്ടിലുള്ളപ്പോ ഒരു ദിവസം പഴംപൊരി കഴിച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പം പറ്റുന്നില്ല. നമുക്ക് ഈ ഒരു സാധനം വരണമെന്നുള്ളതാണ്. മൈൻഡിനെ മാറ്റിയെടുക്കുകയാണ് ഇവിടെ വേണ്ടത്. അതിനെ നമ്മൾ ട്രെയിൻ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓയിലിന്റെ യൂസേജ്, അത് പിന്നെയും റീയൂസ്ഡ് ഓയിൽസ് ആകാം. ഓൾ ദോസ് തിങ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടുതലാണ്. അതെ, കേരളം എല്ലാത്തിലും ഇപ്പൊ നമ്പർ 1 ആണ്. ഡയബറ്റിക്, ക്യാൻസർ ഇപ്പൊ വിരൽത്തുമ്പിലെല്ലാം അവൈലബിൾ ആണ്. വീട്ടിലിരുന്നാൽ മതി, സ്വിഗ്ഗി വരും, സൊമാറ്റോ വരും, സമ്പാദ്യം ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. കുട്ടികൾക്ക് എവിടെന്നാ ഈ ഇങ്ങനത്തെ സാധനം പാരന്റ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടല്ലേ കുട്ടികൾക്ക് അറിയണം. അല്ലാതെ അത്ര നല്ല ഈ ഹെൽത്തി ഫുഡ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം, ആളുകളിലേക്ക് എത്തിച്ചെടുക്കാം? യു ഹാവ് ടു ഗോ ഫോർ ദ റൈറ്റ് പേഴ്സൺ. കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആൾക്കാരുടെ അടുത്ത് അതിനടുത്ത് എങ്ങനെയാണോ ഒരു ഹോട്ടൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എവിടെയാ നല്ല ഷവർമ കണ്ടുപിടിച്ച പോലെ എവിടെ നല്ല വ്യക്തികളിൽ നിന്ന് എന്റെ ഭക്ഷണശീലം ശരിയാക്കാനുള്ള പ്രൊഫഷണൽ ആളുകൾ എവിടെയൊക്കെയാണെന്ന് തീർച്ചയായിട്ടും ക്വാളിഫൈഡ് ആൾക്കാരുടെ അടുത്ത് പോയി അവര് അതിനുള്ള ഇത് പറഞ്ഞു തരും. ഇത് പോയിട്ട് ഹോട്ടലിൽ മാത്രമല്ല വ്യായാമം വേണം. ഇപ്പൊ എന്നോട് പറയുന്നവരുണ്ട്, മാം ഞാൻ നല്ല ഭക്ഷണം എന്നിട്ടും എനിക്ക് ഡയബറ്റിക് വേണം. നിങ്ങളുടെ അവയവത്തിന് മാറ്റം വരുത്തി നിങ്ങൾ ഇത് എല്ലാത്തിനും പ്രായം വെക്കൂടാ. സോ അവയവങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ത്വക്കിനൊക്കെ റിവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഏജിങ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഏജിങ്ങിലേക്ക് പോകാൻ പറ്റും. സോ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എൻ്റെ മുത്തശ്ശിയുടെ അമ്മ മരിച്ചത് 90 വയസ്സിലാണ്. എൻ്റെ അച്ഛൻ 54 വയസ്സിൽ മരിച്ചുപോയി. സോ വൈ ദിസ് ഇസ് ഹാപ്പനിങ്? ബിക്കോസ് ഓൾ അവർ ഹാബിറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം കുറച്ചുകൂടി പ്രൊവൈഡ് ചെയ്തൂടെ? അതായത് ഹെൽത്തി സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഹോട്ടലുകൾ ഒരു കമ്പോള രീതിക്ക് നമുക്ക് എവിടെ നോക്കിയാലും ഭയങ്കര ആകർഷണീയമായ രീതി അല്ല, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, നമുക്ക് റെഗുലേറ്ററി ബോഡി ഉണ്ട്. അതിൽ ഇപ്പൊ ഗവൺമെന്റ് പറയണത് എന്താ വെച്ചാൽ ഈ ഹോട്ടലുകളിൽ ഈ വിൽക്കണ ഉൽപ്പന്നങ്ങളിൽ ഇപ്പൊ നമ്മൾ പ്രോസസ് ഫുഡ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ടേബിൾ കാണുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നിങ്ങളിപ്പോ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതിന്റെ ന്യൂട്രീഷൻ ലേബിൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. പുറം രാജ്യങ്ങളിലൊക്കെ പോയത് ഭയങ്കര കോമൺ ആണ്. എന്ത് സാധനത്തിന് നമ്മുടെ ഇവിടെ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ നമുക്കത് കാണാം. പക്ഷെ ചെറുവക ഹോട്ടലുകളിലും അത് വേണം എന്നാണ് സർക്കാരിന്റെ നിയമം വന്നേക്കണം. അതൊക്കെ പ്രാബല്യത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ബോധവൽക്കരിക്കണം. കേരളത്തിലുള്ള ആൾക്കാർ ലിറ്ററസി കൂടുതലാണ്, അവർക്ക് വിവരം കൂടുതലാണ്. അപ്പൊ അവര് കുറച്ചുകൂടി കഴിയുമ്പോൾ അവർക്കും ഈ ചേഞ്ചസ് വരും. പിന്നെ ആർക്കാണ് മനുഷ്യന് എപ്പോഴും എല്ലാം ട്രൈ ചെയ്യാനും ഇത് ചെയ്യാനും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ചിന്താഗതി മാറണം. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ മാറണം എന്നുള്ളത് ഹോട്ടലുകാരന്റെ ആവശ്യമല്ല, നമ്മുടെ ആരോഗ്യം. ഓയില് ഈ 3ഉം നന്ന ക്വാണ്ടിറ്റിയിൽ ചേരുമ്പോഴാണ് ആ ഫുഡിന് ശരിക്കും ടേസ്റ്റ് വരുന്നത്. ഇത് കുറച്ചുണ്ടാക്കിയ ഒരു ടേസ്റ്റിന് നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഇതിനൊരു ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ വഴക്ക് പറയും, ഇല്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ മാറ്റം വരുത്തേണ്ട ഒരു സമയം. നമുക്ക് നല്ല ഫുഡ് തരുന്ന ഹോട്ടൽസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അതെ, തീർച്ചയായിട്ടും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവരെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ മെയിൻ അവരവരുടെ വീടുകൾ തന്നെയാണ്. മാതാപിതാക്കൾ കൊടുക്കുന്ന കുടുംബത്തിൽ നിന്ന് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താലല്ലോ. അപ്പൊ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം, അല്ലാതെ അവരുടെ നിർബന്ധത്തിന് വിട്ടുകൊടുക്കുമല്ല. കുറച്ച് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡെയിലി വിട്ടുകൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നും ഒരു വീട്ടിലും നടക്കത്തില്ല. അല്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ അവയർനെസ് കൊടുക്കുക. ന്യൂ ജനറേഷന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പങ്കുവെച്ച കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ വിചാരിക്കണം നമ്മുടെ ഭക്ഷണം കുറയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം വേണം എന്നുള്ളത്.
പിന്നെ ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. കഴിക്കുന്ന ഭക്ഷണം കുറച്ചെടുത്തിട്ടാണെങ്കിൽ അതിനെ ആസ്വദിച്ച് അതിനെ എൻജോയ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വരി വലിച്ച് വേണ്ട. ഒരു മലയാളിയുടെ ഒരു കൺസെപ്റ്റാണ് പ്ലേറ്റ് നിറയെ ചോറ്. ആ ചോറ് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. ചിലർ പറയും അതിൽ കലക്കി അങ്ങോട്ട് കുടിക്കുകയാണെങ്കിൽ, അതല്ല. നമ്മൾ പറയുന്നത് ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം നിറഞ്ഞ് ഒരു കളർഫുൾ ആയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണം കൊണ്ടുവരിക, അതിനെ ആസ്വദിച്ച് മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കാനും കൂടി സാധിക്കുകയാണെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറുകയാണ് അവിടെ. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ഫുഡും നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് എല്ലാ ദിവസവും അല്ല, നിങ്ങൾ ഇടയ്ക്കൊന്ന് പുറത്തു പോയി കഴിച്ചുകൊണ്ടെന്നല്ല, എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുക. അത് വാരി വലിച്ചിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് ഒരുപാട് കഴിക്കുക. ഞാനൊരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. അതിന് ഹോട്ടലുകാർ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ തരുന്നുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, നമ്മുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ അലാക്കാട്ട പോകുമ്പോൾ നമുക്ക് വലിയ പ്ലേറ്റാണ് തരുന്നത്. ആ സമയം നമുക്ക് ബൊഫെ നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ചെറിയ പ്ലേറ്റ് അവർ തരുന്നത്. അവർ തന്നെ നമ്മൾക്കൊരു ഇത് തരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആൾക്കാർ ആ പ്ലേറ്റിൽ പിന്നെയും റീഫിൽ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബൊഫെ ആണ്, അൺലിമിറ്റഡ് ആണ്, പക്ഷെ വയറ് നമ്മുടേതാണ്, നമ്മുടെ ആരോഗ്യമാണെന്നും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യമാണ് പറഞ്ഞത്. എന്തും ഫ്രീ ആയി കിട്ടും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആണെന്ന് പറയുമ്പോഴും അൺലിമിറ്റഡ് ആയിട്ട് അസുഖങ്ങളും വരാം എന്നുള്ള കാര്യം ആരും മറക്കരുത്. അപ്പോൾ വളരെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മുമ്പത്തേക്കാൾ കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ യാത്രകൾ നടത്തുന്നുമുണ്ട്, ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ. കൊറോണയ്ക്ക് മുമ്പ് ഫാമിലി ആയിട്ടാണ് അധികം സ്ത്രീകൾ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കൊറോണ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ കൂട്ടമായി അല്ലെങ്കിൽ സോളോ ട്രാവലിങ്ങിലോട് പാഷനും ഇൻട്രസ്റ്റുമുള്ള ഒരുപാട് ലേഡീസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് എന്തൊക്കെയാണോ റിക്വയർമെൻറ്റ്, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹോട്ടൽ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ അതിൻ്റെ നമ്മുടെ എക്കണോമിക്കലാണോ, അത് നമ്മൾ പ്ലേസ് നല്ലതാണോ, അവിടത്തെക്കുറിച്ചുള്ള എൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പം ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെയാണ് പോകുന്നതെന്നുള്ളത്. ലോക്കലായിട്ടുള്ള റെസിപ്പീസ്, കുക്കിംഗ് റെസിപ്പീസ്, ഇപ്പോൾ ഹോംലി ഫുഡ് എൻജോയ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്താണ് അത് ഈ ശരിക്കും ഈ വെസ്റ്റേണേഴ്സ് ഇത് എൻജോയ് ഇറ്റ് എ ലോട്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ വിലയില്ലാത്ത പല ഡിഷസും അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ വളരെ ആസ്വദിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ ചോദിച്ച് ആ ടേസ്റ്റ് ചെയ്ത് ഓരോന്നിൻ്റെ ആ ഒരു അത് ചിലപ്പോൾ നമ്മളൊരു ആയുർവേദിക് കുക്കിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾസും ഒക്കെ കൂടെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് പറയുമ്പോഴായിട്ട് റിയലി ഇറ്റ് കോസ്റ്റ് വെരി നെക്സ്റ്റ് ലെവലിലോട്ട് പോവുകയാണ്. ഗൾഫ് കൺട്രീസിലും മറ്റ് ഫോറിൻ കൺട്രീസിലും ഈ പെട്രോൾ പമ്പിനോട് ചേർന്നായിരിക്കും ഏറ്റവും നല്ല വാഷ്റൂം ഉണ്ടാകും, ഒരു കോഫി അല്ലെങ്കിൽ നമ്മുടെ ബേസിക് കാര്യങ്ങൾ, എന്തെങ്കിലും ചെറിയ സ്നാക്സ്, ഡ്രിങ്ക്സ് എല്ലാമുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് അവിടെ ഉണ്ടാവും. അപ്പം നമ്മളുടെ യാത്രകളിൽ നമ്മൾ പൊതുവേ എളുപ്പത്തിൽ നിർത്തുന്നത് പമ്പിലാണ്. നേരെ വാഷ്റൂമിൽ പോകുന്നു, സ്നാക്സ് വാങ്ങുന്നു. ആ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്.